ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസ്കറ്റിൽ പ്രധാനമായിട്ടും രണ്ട് അമ്പലങ്ങളാണുള്ളത്. ഒന്ന് ശിവ ടെമ്പിളും ഒന്ന് ശ്രീകൃഷ്ണ ടെമ്പിളും. അതിലെ ശ്രീകൃഷ്ണ ടെമ്പിളാണ് ഇത്. അമ്പലത്തിനകത്തേക്ക് വേണ്ട എല്ലാ പൂജാ സാധനങ്ങളും നമുക്ക് ഈ കാണുന്ന കടയിൽ നിന്ന് അവൈലബിൾ ആണ്. അമ്പലത്തിലേക്ക് വേണ്ട എല്ലാ പൂജാ പുഷ്പങ്ങളും ഇവിടെ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്. 1987 ഗുജറാത്തി മെർച്ചന്റ് കമ്മ്യൂണിറ്റി പണികഴിപ്പിച്ച ടെമ്പിളാണ്. കൃഷ്ണനും ഗണപതിയും ദുർഗാദേവിയുമാണ് പ്രധാന ആരാധനാ മൂർത്തികൾ. 2013 കുറച്ചുകൂടി വലിയ അമ്പലമാക്കി പുതുക്കി പണിഞ്ഞു. അമ്പലത്തിലെ പ്രസാദം നാളികേരം, ലഡു, പച്ചരിച്ചോറ് വേവിച്ചത്, കുങ്കുമം, മഞ്ഞൾ. അമ്പലത്തിൻ്റെ സമയം വരുന്നത് രാവിലെ 6:15 മുതൽ 10:45 വരെയും വൈകിട്ട് 5:15 മുതൽ രാത്രി 9 മണി വരെയുമാണ്. ജന്മാഷ്ടമിക്കും ദിവാലിക്കും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അടുത്ത നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശിവ ടെമ്പിളിലാണ്. മിഡിൽ ഈസ്റ്റ് റീജിയനിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് വേണ്ട എല്ലാ പൂജാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ദർശന സമയം രാവിലെ 6 മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മുതൽ 9 മണി വരെയുമാണ്. മോട്ടീശ്വർ മന്ദിർ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. 1909 ടാറ്റാസ് ഭാട്ടിയ കമ്മ്യൂണിറ്റി നിർമ്മിച്ച ക്ഷേത്രമാണ്. 3 പ്രധാന ശ്രീകോവിലുകളാണുള്ളത്. ഒരിക്കലും വെറ്റാത്ത കിണറും അതിനകത്തായി സ്ഥിതി ചെയ്യുന്നു. മഹാശിവരാത്രിയാണ് ഏറ്റവും പ്രധാന ഉത്സവം. 1999 ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ധാരാളം വീടുകളും സ്ഥിതി ചെയ്യുന്നു. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമായി മലനിരകളാണ്. ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് മടങ്ങുകയാണ്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യും. നമുക്ക് 12 മണിയാകുമ്പം റൂം വെക്കേറ്റ് ചെയ്യണം. സൈഡിലായിട്ട് കാണുന്നത് മസ്കറ്റ് ഗവൺമെൻറ്റിൻ്റെ കെട്ടിട സമുച്ചയങ്ങളാണ്. സ്കൂളുകളുണ്ട്. ഇതാണ് മസ്കറ്റ് പോലീസ് സ്റ്റേഷൻ. സൈഡിലായിട്ട് നമുക്കിനിയും കൊന്നപ്പൂത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വാട്ടർ ഫൗണ്ടൻ്റെ പകൽ കാഴ്ചയാണ്. കൂടുതൽ സമയം നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചൂട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒമാനിലാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.